എൻ്റെ പേര് ഷിബിൻ. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ഡിസംബർ മാസം 11-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ 10 വർഷമായിട്ട് എൻജിനീയറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഞാനങ്ങനെ 5 വർഷം സൗദിയിൽ വർക്ക് ചെയ്തു, ബാക്കി 5 വർഷം ഇന്ത്യയിൽ. അങ്ങനെ ഞാൻ സൗദിയിലെ ജോലി റിസൈൻ ചെയ്ത് കമ്പനി മാറാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നീട് 10 മാസമായിട്ട് എനിക്ക് ജോലി ആകുന്നില്ലായിരുന്നു. അതിനു മുമ്പ് ഞാനിവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. മാതാവിൻ്റെ അടുത്ത് എൻ്റെ പെങ്ങളുടെ കൂടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. വന്ന സമയത്ത് എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, എടാ നീ ഉടമ്പടി എടുത്തോ, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതല്ലേ, എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പിന്നെ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് കിട്ടുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടുന്ന് പോയി. പിന്നീട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പൊട്ടി. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. 2019 ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതാണ്. അപ്പം എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പിന്നെ താമസിച്ചൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ച് കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്ത് ഇപ്പോൾ ഞാൻ 2024 ഡിസംബർ 11-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. കറക്റ്റ് 1 മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ വരികയും അവിടെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. അത് നല്ല സാലറി തന്നെ എനിക്ക് ലഭിച്ചു. ആ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അവിടെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള വലിയ ആൾക്കാരായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മമ്മീനെ വിളിച്ചു പറഞ്ഞു, മമ്മി എനിക്ക് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല, കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല എക്സ്പീരിയൻസും നല്ല ഇതൊക്കെ ഉള്ളവരാണ്. അങ്ങനെ ഞാനതിങ്ങനെ നിന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുൻപ് ഞാൻ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ചു, കാശുരൂപം കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂവിന് കയറി. അപ്പോൾ ആ ഇൻ്റർവ്യൂവർ എന്നോട് പറഞ്ഞു, എടാ ഇത്രയും നേരം ഞാൻ ഇരുന്നിട്ട് രാവിലെ ഇൻ്റർവ്യൂവിന് പോയതാണ് ഞാൻ. അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു 5 മണി ആയപ്പോഴാണ് ഇൻ്റർവ്യൂവിന് കയറുന്നത്. ഇത്രയും നേരം ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എന്നെ അവിടെ ആ കമ്പനിയിൽ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കും. അതുമാത്രമല്ല, പിന്നെ ഞാൻ പത്രം എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുത്ത് എല്ലാവരും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഈ പത്രം ഒത്തിരി പേര് കൊണ്ടുവന്ന് തരുന്നുണ്ട്, ഇതെന്താണെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന്. ഞാൻ മാതാവിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 2019 മുതൽ അന്ന് ഞാൻ ആദ്യത്തെ ഉടമ്പടി, അതിനുശേഷം പരമാവധി ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും പരാജയം എന്താണെന്ന് ഞാൻ അറിയാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:18-19 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും ഉണ്ടാക്കും. ഷിബിൻ ജോസഫ് തൻ്റെ ജീവിതത്തെ എങ്ങനെ ദൈവം സ്പർശിച്ചു, തനിക്ക് എങ്ങനെ അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ദീർഘസമയത്തിന് പകരം തത്സമയം നടക്കേണ്ട കാര്യങ്ങൾ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാത്രം നടക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഒരു എൻജിനീയറായിട്ട് സൗദി അറേബ്യയിൽ നല്ല രീതിയിൽ ജോലി വന്നിരുന്ന വ്യക്തിയാണ്. ആ ജോലി ഉപേക്ഷിച്ച് റിസൈൻ ചെയ്യുകയാണ്. പിന്നീട് നാട്ടിൽ വരുന്നു. മറ്റൊരു നല്ല വേക്കൻസി തനിക്ക് എന്തായാലും കിട്ടും, തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എഫിഷ്യൻ്റ് ആണ്, അതെല്ലാം ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതൊന്നുമല്ല. എന്നാൽ ഇവിടെയാണ് ദൈവിക ഇടപെടലുകളെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ബോധ്യങ്ങളാക്കി കൊടുക്കുക. നമ്മുടെ യോഗ്യതകളെന്ന് നാം കാണുന്ന നമ്മുടെ ആരോഗ്യം, അല്ലെങ്കിൽ സൗന്ദര്യം, സമയം, ഇതൊക്കെ നമ്മുടെ കഴിവുകളായിട്ട് നാം കാണുമ്പോൾ അതിലൂടെ ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഈ മകനും ഒരു നിമിഷം ചിന്തിച്ചു. പിന്നീട് തനിക്ക് ഒന്നും തന്നെ, തൻ്റെ എക്സ്പീരിയൻസോ തൻ്റെ കഴിവുകളോ ഇതൊന്നും തന്നെ തനിക്ക് ജോലിക്ക് സാധ്യതയായി മാറാതെ വരുമ്പോൾ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കണ്ട, പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഷിബിനും ഇവിടെ വ്യക്തമാക്കി, ഷിബിനും എങ്ങനെയാണ് മാറ്റം വന്നത്. ഇത് തൻ്റെ കഴിവ് കൊണ്ട് നടക്കില്ല എന്നുള്ള ഒരു ബോധ്യം വരുമ്പോൾ ദൈവത്തിലേക്ക്
നാം ഒരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് 2 ചുവട് വയ്ക്കും. തനിക്ക് വന്ന ആ ഒരു ചിന്ത തന്നെ തൻ്റെ ബോധ്യത്തിൽ നിന്ന് തനിക്ക് വന്ന ഒരു തീരുമാനമായിട്ട് മാറുമ്പോൾ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ തൻ്റെ ജോലിയെല്ലാം പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് 1 മാസമേ ആയുള്ളൂ. ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടൊന്നുമില്ല. ആ അവസ്ഥയിൽ ഈ മകൻ നിൽക്കുമ്പോൾ UAE-യിൽ നിന്ന് നല്ല ഒരു കമ്പനിയിൽ നിന്ന് ഏറ്റവും നല്ല ഒരു സാലറിയിലൊക്കെ തനിക്ക് ജോലി ലഭിച്ചു. അത് ആ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓഫീസർ എന്താണ് പറഞ്ഞതെന്നൊക്കെ ഈ മകൻ ഇവിടെ പറഞ്ഞു. ഇത് തന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ, അതായത് അവിടെ സമയമില്ല. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അവസരമാണത്. എന്നാൽ അവർക്ക് സമയമില്ല. മുമ്പോട്ട് അവർക്കൊരു മിനിറ്റ് അവർക്ക് വെക്കുവാനില്ല. കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുവാൻ പറ്റില്ല. അപ്പോഴൊക്കെ അവർക്ക് അഭിമാന പ്രശ്നമാകും. യഹൂദ പാരമ്പര്യത്തിൽ വീഞ്ഞ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അവരുടെ ആഘോഷങ്ങൾക്ക്, പ്രത്യേകിച്ചും വിവാഹ ചടങ്ങുകൾക്ക്. അപ്പോഴാണ് അവിടെ വീഞ്ഞ് തീരുമ്പോൾ അമ്മ ഇടപെടുക. അതുപോലെ തന്നെയാണ് അമ്മ ഈ മകൻ്റെ ജീവിതത്തിൽ തൻ്റെ കഴിവുകളാകുന്ന വീഞ്ഞൊക്കെ തീർന്നു പോവുകയാണ്. പിന്നീട് അമ്മ ഈശോയുടെ കൃപയാകുന്ന വീഞ്ഞുകൊണ്ട് ഈ മകനെ നിറയ്ക്കുന്നു. അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിലെ ബോധ്യങ്ങൾ ഉൾക്കൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇവിടെ നിൽക്കുകയാണ്. തീർച്ചയായും യുവാക്കൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യങ്ങൾ കിട്ടി. അവർ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവിക കൃപ കൊണ്ട് നിറഞ്ഞ് ഇനി അവരുടെ ജീവിതത്തിൽ ഇതൊന്നും മറന്നു പോകാനായിട്ട് അവർക്കൊരിക്കലും സാധ്യമല്ല. ദൈവം താങ്ങിയെടുത്തതാണ് തൻ്റെ ജീവിതത്തെ എന്ന് ഈ ഷിബിൻ ഇനി എവിടെയും പങ്കുവയ്ക്കും, എല്ലാവരോടും പറയും. ഇതാണൊരു പ്രഘോഷണം. ഇന്ന് അൾത്താരയിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ തന്നെ ഈ മകൻ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ഓരോ വ്യക്തികളും ഈ അൾത്താരയിലാണ് അവരെ വെളിപ്പെടുത്തുക. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.